ഗപ്പി ടാങ്കുകളെ അലങ്കരിക്കാൻ നിങ്ങൾ ലൈവ് വാട്ടർ പ്ലാന്റ്സ് ഇടുന്നവരാണോ? ഇന്ന് ഞാൻ അതിൻ്റെ കുറച്ച് ഗുണങ്ങളാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ബിഗിനേഴ്സായി ഗപ്പി ഫാമിംഗ് മേഖലയിലേക്ക് കടക്കുന്നവർ, ഗപ്പിയെ വളർത്തുന്നവർ, ഇവർക്കെല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പറ്റുന്നവരെല്ലാവരും പോയിട്ട് കാണുക. നമ്മൾ ഗപ്പി ടാങ്കുകളെ അലങ്കരിക്കാൻ വേണ്ടി പലതരത്തിലുള്ള വാട്ടർ പ്ലാന്റ്സ് ഇടാറുണ്ട്. സോ അതിനൊക്കെ അത്യാവശ്യം ഗുണങ്ങളുമുണ്ട്, ദോഷങ്ങളുണ്ട്. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അതിനെ കുറച്ച് ഗുണങ്ങളാണ് പറയുന്നത്. മെയിനായിട്ട് അത് ഫീമെയിൽ ഗപ്പീസിനും നമുക്ക് കുറച്ച് ഗുണങ്ങളുള്ള കാര്യമാണ്. അതായത് പ്രഗ്നൻ്റ് ആയ ഫീമെയിൽ ഗപ്പീസ് ബ്രീഡായി കഴിഞ്ഞാൽ അതിലുള്ള കുഞ്ഞുങ്ങൾ ഗപ്പികൾ തന്നെ തിന്നാറുണ്ട്. എന്നാൽ ഇതുപോലത്തെ ലൈവ് പ്ലാന്റ്സ് ഇടുന്നത്, അതായത് ഫോക്സ് ടെയിൽ ലൈവ് പ്ലാന്റ്സ് ഇടുന്നതോടുകൂടി കുഞ്ഞുങ്ങൾക്ക് ഒരു ഹൈഡിങ് പ്ലേസ് കിട്ടുകയും അവരതിൽ ഒളിച്ചു നിൽക്കുകയും ചെയ്യുന്നു. സോ നമുക്ക് അതിലൂടെ തന്നെ കുറേ കുഞ്ഞുങ്ങളെ സേവ് ചെയ്തെടുക്കാൻ സഹായകമാകുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ എക്സ്ട്രാ ഒരു ബ്രീഡിംഗ് കേജിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല. അപ്പോൾ സോ അതൊരു അടിപൊളി അഡ്വാൻറ്റേജ് ആണ്. പക്ഷേ നിങ്ങൾ ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞൊന്നും ലഭിക്കില്ല. ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ് പിന്നെ 50% മാത്രം ഉപയോഗിക്കാൻ പാടും.